ലിറ്റിൽ ടീച്ചർ ചാനലിൻ്റെ LSS സ്റ്റഡി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാവുന്ന പരിസര പഠനത്തിലെ 1-ാം യൂണിറ്റിലെ വയലും മനവും എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിക്കാം. താറാവിന്റെ കൊക്കുകൾ കൊണ്ടുള്ള അനുകൂലനം എന്ത്? അനുകൂലനം പറഞ്ഞാൽ എന്താ? ഒരു ജീവിക്ക് തന്റെ ചുറ്റുപാടിൽ ജീവിക്കാൻ ആവശ്യമായ സവിശേഷതകളാണ് അനുകൂലനം എന്ന് പറയുന്നത്. താറാവിന്റെ കൊക്കുകൾ കൊണ്ടുള്ള അനുകൂലനം എന്ത്? നമുക്ക് ഓപ്ഷൻ വായിച്ചു നോക്കാം. എ, ജലത്തിൽ ശ്വസിക്കുന്നതിന്. ബി, ജലത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്നതിന്. സി, ജലത്തിൽ തുഴയുന്നതിന്. ഡി, ഇവയൊന്നുമല്ല. ഇതിലേതാണ്? ബി ആണല്ലേ. ജലത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്നത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും. 2, തവളയുടെ പൊതു സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഏതാണ്? നമുക്ക് ഓപ്ഷൻ വായിച്ചു നോക്കാല്ലേ. എ, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. ബി, പിൻകാലുകൾക്ക് നീളം കൂടുതലാണ്. സി, തവളയ്ക്ക് ചെവിക്കുടയുണ്ട്. ഡി, തവള മുട്ടയിടുന്ന ജീവിയാണ്. ഇതിലേതാണ് ഉത്തരം? സി ആണല്ലേ. സി ആണ് ഉത്തരം. 3, താഴെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ അനുകൂലനങ്ങൾ വായിച്ചു നോക്കാം. ഇത് മുമ്പത്തെ പരീക്ഷകളിലൊക്കെ വന്നിട്ടുണ്ട്. താറാവ്, തവള, അണ്ണാൻ, കൊക്ക്, പരുന്ത്. ഈ ജീവികളുടെ അനുകൂലനങ്ങൾ മുമ്പത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. താറാവ്, എണ്ണമയമുള്ള തൂവലുകൾ. വെള്ളത്തിൽ നിന്നും ചളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്ന കൊക്കുകൾ. ചർമ്മബന്ധിതമായ വിരലുകൾ. ഇനി നമുക്ക് തവളയുടെ അനുകൂലനം പഠിക്കാം. ഫലമേറിയ പിൻകാലുകൾ വേഗത്തിൽ തുഴയാൻ കഴിയുന്നു. ഫലമേറിയ പിൻകാലുകൾ വേഗത്തിൽ തുഴയാൻ കഴിയുന്നു. ചർമ്മബന്ധിത വിരലുകൾ. ചർമ്മബന്ധിത വിരലുകൾ. ശ്വസനത്തിന് സഹായിക്കുന്ന ത്വക്ക്. ശ്വസനത്തിന് സഹായിക്കുന്ന ത്വക്ക്. ഇനി അണ്ണാന്റെ അനുകൂലനം പഠിക്കാം. മൂർച്ചമേറിയ നഖങ്ങൾ മരങ്ങളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്നു. മൂർച്ച നഖങ്ങളുണ്ട് അല്ലേ? അത് മരത്തിൽ പിടിച്ചു കയറാൻ അണ്ണാനെ സഹായിക്കുന്നു. ശത്രുജീവികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിറം ആണല്ലേ അണ്ണാൻ്റെത്. കൊക്ക്, നീണ്ട കാലുകൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ സഹായിക്കുന്നു. നീണ്ട കാലുകൾ. കൊക്കിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നീണ്ട കാലാണല്ലേ. വെള്ളത്തിൽ കുത്തി നിൽക്കാൻ സഹായിക്കുന്നു. ചുണ്ടുകളും നീണ്ടതാണ്. ഇത് ഉപയോഗിച്ച് മത്സ്യത്തെയും മറ്റും കൊത്തിയെടുക്കുന്നു. നീണ്ടതല്ലേ? കൊക്കിന്റെ ചുണ്ട് നീണ്ടതാണല്ലേ. അതുകൊണ്ട് മത്സ്യത്തെയും മറ്റും കൊത്തിയെടുക്കാൻ കൊക്കിനെ സഹായിക്കുന്നു. ഇനി നമുക്ക് പരുന്തിന്റെ അനുകൂലനം പഠിക്കാം. ഇവയെ കോർത്ത് പിടിക്കാൻ യോജിച്ച തരത്തിൽ കൂർത്ത് വളഞ്ഞ നഖങ്ങളുണ്ട്. എങ്ങനത്തെ നഖങ്ങളാ? ഇങ്ങനല്ലേ നഖങ്ങൾ. കൂർത്ത് വളഞ്ഞ നഖങ്ങൾ. കൊത്തിക്കീറാൻ സഹായിക്കുന്ന കൂർത്ത് വളഞ്ഞ ചുണ്ടുകൾ. എങ്ങനത്തെ വളഞ്ഞ ചുണ്ടുകളാണ്? കൂർത്ത് വളഞ്ഞ ചുണ്ടുകൾ. ഇതൊക്കെയാണ് പരുന്തിന്റെ അനുകൂലനങ്ങൾ. ഇനി നമുക്ക് ഉഭയജീവികളെ കുറിച്ച് പഠിക്കാം. ഉഭയജീവികൾ എന്ന് ഉദാഹരണം പറഞ്ഞാൽ മുതല,
മുതല, തവള, താറാവ് എന്നിവയൊക്കെ ഉഭയജീവികളാണല്ലേ. വെള്ളത്തിലും കരയിലും വസിക്കുന്നവരാണ് ഉഭയജീവികൾ. നമുക്ക് ദേശാടന പക്ഷിയെ കുറിച്ച് പഠിക്കാം. ഒരു ദേശാടന പക്ഷിയുടെ ഉദാഹരണമാണ് മഞ്ഞക്കിളി. ഒരു ദേശാടന പക്ഷിയുടെ ഉദാഹരണമാണ് മഞ്ഞക്കിളി. കാലാവസ്ഥ മാറ്റങ്ങൾ, ആഹാരത്തിന്റെ ലഭ്യത, മുട്ടയിടുന്നതിനും വിരിയുന്നതിനുമുള്ള സൗകര്യം, ഇതിനു വേണ്ടി പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. ഇതിനാണ് ദേശാടനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി പിന്നെ കാണാം. ബൈ. Thank you for watching.